എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കണം. എൻഗേജ്ഡ് അല്ല എങ്കിൽ അവർക്കൊരു കാരണവശാലും ഓർഗനൈസേഷനോട് ചേർന്ന് നിൽക്കാൻ പോകാൻ പറ്റില്ല. ഇപ്പം നമുക്ക് അവർക്ക് കൃത്യമായ വർക്കുകൾ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ ഞാൻ പറഞ്ഞത് നെഗറ്റീവായിട്ട് തന്നെ ആയിരിക്കും കാണുക. എംപ്ലോയി എൻഗേജ്ഡ് ആക്കണമെങ്കിൽ നമുക്കതിന് അവരെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോഗ്രാമും നമ്മൾ ആ ഓർഗനൈസേഷനിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ 3 വർഷം മുമ്പ് നമ്മൾ എടുത്ത എംപ്ലോയി ഇന്ന് ബിസിനസ് ചെയ്യാനായിട്ട് അന്ന് ചെയ്ത ആക്ടിവിറ്റി അല്ല ഇന്ന് വരുന്നത്, ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ആ ചേഞ്ചിനനുസരിച്ച് അവർക്ക് ട്രെയിനിങ് ഡെവലപ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അവരെ റെക്കഗ്നൈസ് ചെയ്യേണ്ടതുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മുടെ ഓർഗനൈസേഷനിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു പോയിൻ്റ്. അതേപോലെ തന്നെ അവരെ മെഷർ ചെയ്യണം. മെഷർ ചെയ്യുമ്പോൾ മാത്രമാണല്ലോ അവർ മിടുക്കരാണോ, മനസ്സിലായില്ലേ? അവർക്കൊരു പേഴ്സണൽ റെക്കഗ്നിഷൻ കൊടുക്കുന്നത് ആ മെഷർ ചെയ്യുന്ന സമയത്താണ്. അപ്പം മെഷർ ചെയ്യാൻ ആളുണ്ട്, അപ്പം മെഷർമെൻ്റ് ഉണ്ട്, മെട്രിക്സ് ഉണ്ട്. ആ മെട്രിക്സ് അനുസരിച്ച് നമ്മൾ നോക്കുന്നുണ്ട്, നമ്മൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് മാനേജ്മെൻറ്റ് നമ്മളെ അറിയുന്നുണ്ട്. അതിനനുസരിച്ച് നമുക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും മാനേജ്മെൻറ്റ് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ആ എംപ്ലോയി അവിടെ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ടോപ്പ് ലെവലിലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള നോളജ് കൂടാതെ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള നോളജ് ഏതെല്ലാം രീതിയിൽ ഗ്യാദർ ചെയ്ത് അവർക്ക് കൊടുക്കുകയും അവരെ അതിൽ പ്രാപ്തരാക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ മുന്നോട്ട് പോകാനായിട്ട് വളരെ ഇതാവുന്നതാണ്. പിന്നെ അവരുടെ ഗ്രോത്ത് ഉണ്ടാവും. ഇപ്പോൾ അവർ C ലെവലിലാണ് നിൽക്കുന്നത്, അവരെ ഞാൻ പറഞ്ഞത് B ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ B ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്ത് വരുന്ന സമയത്ത് അയാൾക്ക് നല്ല ഒരു കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് നമ്മൾ കൊടുത്തല്ലേ പറ്റുള്ളൂ. ആ കരിയർ ഗൈഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ കൊടുക്കുമ്പോൾ അവർ നമ്മുടെ എംപ്ലോയി ആയി തന്നെ വരും, നമ്മുടെ ഫാമിലിയിൽ ഒരു മെമ്പറായി തന്നെ വരും.